ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്മസ് കാലയളവ് നാം പൊതുവായി നോക്കുകയാണെങ്കിൽ ലോകമെമ്പാടും ആഘോഷമായി കാണുന്ന ഒരു സമയമാണ്. പക്ഷേ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ആഘോഷത്തിലുമുപരിയായി നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷകൻ ഈ ലോകത്തിൽ പിറന്ന് നമുക്ക് സ്നേഹവും സമാധാനവും സന്തോഷവും തരുന്ന ഒരു സീസൺ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കാനാണ്. പ്രത്യാശയുടെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വെളിച്ചം നമ്മുടെ ജീവിതത്തിലേക്ക് പ്രകാശിപ്പിക്കാനാണ് യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നത്. ഈ സ്നേഹമെന്ന ദൈവത്തിൻ്റെ ഏറ്റവും മികച്ച സമ്മാനം ഈ ക്രിസ്മസ് കാലയളവിൽ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ ദൈവം തരുന്ന സ്നേഹം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. എന്താണ് ഈ പ്രണയം അല്ലെങ്കിൽ സ്നേഹം എന്ന് പറയുന്നത്? അത് ജീവനെ നൽകുന്നതാണ്. അതാണ് നമുക്ക് ക്രിസ്തു നൽകുന്നത്. ചുരുക്കമായി 2 കാര്യങ്ങൾ ഷെയർ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ദൈവം തരുന്ന സ്നേഹത്തിൽ കൂടി ഈ ക്രിസ്മസ് നൽകുന്ന സന്ദേശം എന്താണ്? The need of salvation. രക്ഷയുടെ ആവശ്യം പ്രധാനമാണ്. This gospel message, the good news, രക്ഷ നമ്മുടെ ഓരോരുത്തരുടെയും നന്മയ്ക്ക് വേണ്ടിയാണ്. Salvation is necessary in our life. ദൈവം തരുന്ന രക്ഷയുടെ ആവശ്യം നമുക്ക് വേണമെന്ന് നമ്മൾ തിരിച്ചറിയാൻ സാധിക്കണം. അത് നാം പൂർണ്ണമായും വിശ്വസിക്കാൻ സാധിക്കണം. വിശ്വസിക്കുന്നതാണ് അനുഗ്രഹം. ആ വിശ്വാസം നമ്മളിൽ വർദ്ധിക്കണം. There is no way to God except through Jesus Christ. What did Jesus say in John 14 verse 6? I am the way, the truth, and the life. No one comes to the Father except through me. Jesus is our Savior. Say it and believe it. If there's no space in our heart to receive our Savior, there's no meaning for Christmas. Christ must be born in us. If not, the celebration, the lights, the gathering, the decoration have no meaning. We have to give space for Jesus Christ in our life. Then only we accept the Savior in our life. അന്നേരമാണ് നമ്മൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നത്. So the need of salvation is important. രണ്ടാമതായി, the way of salvation. രക്ഷയുടെ വഴിയാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. ക്രിസ്തു മനുഷ്യനായി തീർന്നത് എന്തിനാണ്? നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷയ്ക്ക് വേണ്ടിയാണ്. അതിൻ്റെ അർത്ഥം ക്രിസ്തുവിലല്ലാതെ രക്ഷ ഇല്ല. അങ്ങനെ പറയാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ക്രിസ്തുവിലൂടെ അല്ലാതെ വേറെ ഒന്നിലും രക്ഷയില്ല. ക്രിസ്തുവിലല്ലാതെ ആരിലും തന്നെയും രക്ഷയില്ല എന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. ഇതാണ് നമ്മൾ ക്രിസ്മസിന് ഘോഷിക്കുന്നത്. ഘോഷിച്ചാൽ മാത്രം പോരാ, അതാകണം നമ്മുടെ കമ്മ്യൂണിക്കേഷനും. ജീസസ് ഈസ് ദ ഓൺലി വേ ഓഫ് സാൽവേഷൻ. അത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കണം. അത് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. The most important question you and I can ask is how I receive that love God has for me. Then this Christmas season, can we share that with others? If we love one another, God abides in us, and His love is perfected in us. When I have Jesus in my heart, I am able to share God's love with others. When you have Jesus in your heart, you're able to receive God's love and share with others. നാം പരസ്പരം സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മിൽ വസിക്കുന്നു. So during this Christmas season, will you allow its true message into your heart and allow it to change how you live your life? കൃപയോടെയാണ് യേശു നമ്മെ കണ്ടുമുട്ടുന്നത്. And he reminds us that we are loved for who we are and not who we should be. As he shines into our lives, he makes us new. The good news of this wonderful season is not just that Jesus shines into us, but also he shines through us. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. So if we stay faithful and committed to that way of life, we will not perish. We can live forever in the eternal family of God. So dear church family, knowing that, what more do we need this Christmas? God's greatest love, God's gift of salvation,
എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് നാം കാണിച്ചു കൊടുക്കണം. അത് മറ്റുള്ളവർ അനുഭവിക്കണം. അന്നേരമാണ് ദൈവം നമ്മളിൽ ഓരോരുത്തരിലും വസിക്കുന്നത്. താങ്ക് യു. I wish everyone a Merry Christmas.